അവിടെ വിമാനത്താവളത്തിൽ ദീപാദാസ് മുൻഷി, പ്രേക്ഷകർ കാണുന്നുണ്ട് ദൃശ്യങ്ങൾ. ദീപാദാസ് മുൻഷിയും ആരൊക്കെയാണ്? ദീപാദാസ് മുൻഷി, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വെയിറ്റ് ചെയ്ത് എയർപോർട്ട് ലോഞ്ചിനകത്ത് അവിടെ ഇരിക്കുകയാണ്. വി ഡി സതീശനുണ്ട്, കെ സി വേണുഗോപാലുണ്ട്, രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർ, ഇപ്പം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരെ കാത്തവർ അവർ ആ ലോഞ്ചിൽ അങ്ങനെ അക്ഷമരായി വെയിറ്റ് ചെയ്യണം. അക്ഷമരാണെന്ന് അറിയില്ല, അവർ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കളാണ്. അവിടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴേക്കും അവർ വേദിയിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പക്ഷേ ലോക് ഭവൻ അത് അത്രയും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അത് ഏത് രീതിയിൽ അത് മാനേജ് ചെയ്യുമെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദിവസമാണ്. ആ രാഷ്ട്രീയ ദിവസത്തിൽ ആ വേദിയിൽ പ്രധാനപ്പെട്ട അവരുടെ രാഷ്ട്രീയ നേതാക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കുറ്റമാണോ നമുക്കറിയില്ല. അതിന്റെ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അംഗീകരിക്കുമെന്ന് അറിയില്ല. അങ്ങനെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന് നമുക്ക് നോക്കാം. പക്ഷേ രാഹുലും സോണിയയും രാഹുലും പ്രിയങ്കയും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കൂടിയാണല്ലോ. അവർ വേദിയിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ലോക് ഭവൻ അതിനോട് അത്ര അനുയോജിച്ച നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതിൽ ഏറ്റുമുട്ടലിലേക്ക് പോകുമോ നമുക്കറിയില്ല. അങ്ങനെ പോകാതിരിക്കട്ടെ, കാര്യം എങ്ങനെ രമ്യം പരിഹരിക്കപ്പെടട്ടെ. ഇന്നിപ്പോൾ കേരളത്തിൽ പുതിയൊരു സർക്കാർ അധികാരമേൽക്കുന്ന നല്ലൊരു ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിൽ ഏതെങ്കിലും കല്ലേടി ഉണ്ടാവേണ്ടത്, അത് ഏതെങ്കിലും തരത്തിൽ കല്ലേടി ഉണ്ടാവേണ്ടത് ഇന്നിപ്പോൾ രാഷ്ട്രീയമായി തന്നെ എല്ലാവരും കാണുന്ന അത് തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകത ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വരിക. അതിനപ്പുറത്ത് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെയാണ് VIP ഗേറ്റ് എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് നൈസായിട്ട് ഒരു ഷോർട്ട് കട്ട് വഴി പ്രധാനപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ടങ്ങ് പോകും. എന്ന് പറഞ്ഞാൽ VIP എന്ന് പറയപ്പെടുന്നവരൊക്കെ എല്ലാവരും VIP അല്ലേ, നമ്മളൊക്കെ എല്ലാവരും VIP തന്നെ അത്ര. അപ്പോൾ ടി സിദ്ദീഖ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഈ പറയുന്ന PJ ജോസഫും മോൻ ജോസഫൂടെ അങ്ങനെ ഇങ്ങോട്ടേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. കേരള കോൺഗ്രസ് അങ്ങനെ നടന്നു വരികയാണ്. PJ ജോസഫ് കൂടെ അപ്പു ജോൺ ജോസഫ് ഉണ്ട്. PJ ജോസഫ് അധികായനായ രാഷ്ട്രീയക്കാരൻ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്ന് അവർ അടിയുറച്ച് ആഞ്ഞ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് വർക്കൗട്ടായില്ലെന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ് ജോസഫിനോട് UDF എക്കാലവും കടപ്പെട്ടിരിക്കും. കാര്യം ഇലക്ഷന് മുമ്പ് 2 സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോഴേക്കും അവർ വഴങ്ങിയവരാണ്. അതിനുശേഷം മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ അവർ വഴങ്ങുന്നുണ്ട്. 2 മന്ത്രിമാർ വേണമെന്ന് പറഞ്ഞാൽ അവസാന ഘട്ടം വരെ ഉറച്ചു നിന്നെങ്കിൽ പക്ഷേ അത് നടക്കാതെ പോയി. അതിന് കാരണം എന്താണ്? ഇത്ര പ്രശ്നങ്ങളാണ്. ഈ പറഞ്ഞ ആകെ 20 മന്ത്രിമാരേ ഉള്ളൂ എന്നാണ് അതിലെ പ്രശ്നം. 1 മന്ത്രിസ്ഥാനമാണ്, അത് മോൻസ് ജോസഫാണ്. അപ്പു ജോൺ ജോസഫാണ് ചീഫ് വിപ്പ്. 1 മന്ത്രിസ്ഥാനം 1 ചീഫ് വിപ്പുമാണ്. PJ ജോസഫ് അങ്ങോട്ടേക്ക് എത്തുന്നത്. PJ ജോസഫും മകനും മോൻസും അങ്ങോട്ടേക്ക്. എന്താ പറഞ്ഞാൽ ചീഫ് വിപ്പും നിയുക്ത മന്ത്രിയും നിയുക്ത ചീഫ് വിപ്പും അവരുടെ പാർട്ടി ചെയർമാനും അവർ ജോസഫ് സാറും അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അല്പസമയത്ത് അങ്ങോട്ടേക്ക് എത്താനിരിക്കുന്നു. എന്തായാലും ആ ഫൈനൽ മണിക്കൂർ, ഫൈനൽ അവറിലാണ് നിൽക്കുന്നത്. ആ ഫൈനൽ അവർ എല്ലാവർക്കും പ്രതീക്ഷകൾ പങ്കുവയ്ക്കാറുണ്ട്. ടി സിദ്ദീഖ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചു. നമുക്കറിയാം ഈ സിദ്ദീഖ് പുറത്തേക്കാണോ എന്നൊരു സംശയം. നമസ്കാരമുണ്ട്. എവിടുന്നാ? ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് AKM മന്ത്രിയാക്കാത്തത്. അത് തീർച്ചയായിട്ടും അതൊരു അവഗണനയാണ്. കാരണം ഞാൻ ഒരു കടുത്ത മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് BJP തകിടം മറിച്ചിട്ടാണ് അവിടെ AKM വന്നത്. ഇവിടെ കേരളത്തില് കാസർഗോഡ് മണ്ഡലത്തില് BJPയുമായിട്ട് നേർക്ക് നേരെ പോരാടുന്ന 2 ഇടമാണ് കാസർഗോഡ് മഞ്ചേശ്വരം. നമ്മൾ ശിരൂർ മനുഷ്യത്വമുള്ള മനുഷ്യസ്നേഹിയാണ് അദ്ദേഹത്തിന്റെ. അത് വലിയൊരു പ്രതിഷേധവും വിഷമവും രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ നേതൃത്വം കണ്ണ് തുറക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.